ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പ് തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം. നമ്മളൊക്കെ ആവേശത്തിലാണ്. ലോകകപ്പ് ഒരിക്കൽ കൂടി, ലോകകപ്പ് 4 വർഷത്തിലൊരിക്കലുള്ള ലോകകപ്പ് വരുന്നു. നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഫുട്ബോൾ പ്രേമികളെല്ലാം ഗംഭീരമായ എല്ലാ കളികളും, നമുക്കൊക്കെ ഓരോ ടീമുകളുണ്ടാകും, പക്ഷേ എന്നാലും ആ ടീമിന് വേണ്ടി മാത്രമല്ല, എല്ലാ ടീമുകളുടെയും കളികൾ, അതിഗംഭീര കളികൾ കാണാനായി ഒരു കായിക മാമാങ്കം അതാണല്ലോ ലോകകപ്പ്, ഫുട്ബോൾ ലോകകപ്പ് പ്രത്യേകിച്ച്. അപ്പോൾ നമ്മളൊക്കെ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ചില കൗതുകങ്ങൾ, ഈ കൗതുകങ്ങളുണ്ടല്ലോ. ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ മലയാള മനോരമ പത്രത്തിൽ അങ്ങനെ ചില കൗതുകങ്ങൾ കണ്ടു. അതിലൊരു കൗതുകം നിങ്ങളോട് പറയാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിലൊന്ന്, അതിൻ്റെ തലക്കെട്ട് തന്നെ എങ്ങനെയാണ്, കള്ളൻ കൊണ്ടുപോയ ലോകകപ്പ് എന്നാണ്. നല്ല രസമുള്ള തലക്കെട്ടല്ലേ. അതായത് 60 വർഷങ്ങൾക്ക് മുമ്പ് 1966 ഇംഗ്ലണ്ട് വേദിയായ ലോകകപ്പിലാണ് അന്ന് ലോക ജേതാക്കൾക്ക് സമ്മാനിച്ചിരുന്ന യൂൾറിമേ കപ്പ്. അന്ന് ലോകകപ്പിന് യൂൾറിമേ കപ്പ് എന്നായിരുന്നു പേര്. അന്ന് ലോക ജേതാക്കൾക്ക്, ലോകകപ്പ് ജയിക്കുന്നവർക്ക് കൊടുത്തിരുന്ന യൂൾറിമേ കപ്പായിരുന്നു. അന്ന് ആ ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് 1966 അത് മോഷണം പോയി. ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ ഹാളിൽ കപ്പ് പ്രദർശനത്തിന് വെച്ചപ്പോഴായിരുന്നു മോഷണം പോയത്. മനസ്സിലായില്ലേ? ലണ്ടനിലായിരുന്നു അന്ന്, ഇംഗ്ലണ്ടിൽ വെച്ചിട്ടായിരുന്നു ലോകകപ്പ് അന്ന്. അപ്പോൾ അവിടെ പ്രദർശനത്തിന് വെച്ചതായിരുന്നു ലോകകപ്പ്. അപ്പോൾ സംഭവം അന്നാണ് ഉണ്ടായത്. പോലീസ് തെരച്ചിൽ നടത്തി, പക്ഷേ കപ്പൊന്നും കിട്ടിയില്ല. ആ കള്ളന്മാരെ, മോഷ്ടാക്കളെ വെട്ടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. അപ്പം അങ്ങനെയാണ് സംഭവം. പിന്നീട് ദക്ഷിണ ലണ്ടനിൽ നിന്ന്, അത് തന്നെ കൗതുകം, പിന്നീട് എങ്ങനെയാണ് ഈ കപ്പ് തിരിച്ചു കണ്ടെത്തിയത് എന്നത് വലിയ കൗതുകം നൽകുന്ന ഒരു കാര്യം. അതായത് പിന്നീട് ദക്ഷിണ ലണ്ടനിൽ നിന്ന് ഒരു വളർത്തു നായ്ക്കുട്ടിയാണ് കേട്ടോ, ഒരു ചെറിയ നായ്ക്കുട്ടിയാണ് ഈ കപ്പ് കണ്ടെത്തുന്നത്. അതെങ്ങനെയാണെന്നറിയോ? പത്രത്തിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. ആ ലോകകപ്പ് നഷ്ടപ്പെട്ടു പോയ യൂൾറിമേ കപ്പ് പത്രത്തിൽ പൊതിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. അപ്പോൾ എന്നിട്ട് ഈ നായക്കുട്ടി, ചെറിയ നായക്കുട്ടി, അതിൻ്റെ പേര് പിക്കിൾസ് എന്നായിരുന്നു. പിക്കിൾസ് എന്ന പേരുള്ള നായക്കുട്ടി മണത്ത് പോയിട്ട് അത് പൊക്കി കൊണ്ടുവരികയത്. മണത്ത് പോയി പൊക്കി അങ്ങെടുത്ത് യൂൾറിമേ കപ്പ് കിട്ടി. എന്ത് രസമാണല്ലേ, നല്ല രസമുള്ള കാര്യം. അതിലും രസമുള്ള കാര്യം വരാൻ പോകുന്നേ ഉള്ളൂ. ആ ലോകകപ്പ് ആതിഥേയരായ ഇംഗ്ലണ്ട് ജയിച്ചു. അപ്പോൾ ലോകകപ്പ് ജയിച്ചപ്പോൾ ടീമിൻ്റെ വിജയാഹ്ലാദത്തിൻ്റെ ഭാഗമായി ഒരു പാർട്ടി നടത്തി ഇംഗ്ലണ്ട്. ആ പാർട്ടിയിലേക്ക് പിക്കിൾസ് എന്ന ഈ നായക്കുട്ടിയെ ക്ഷണിച്ചു ഇംഗ്ലണ്ട് ടീം. രസമല്ലേ? അപ്പോൾ പിക്കിൾസിനെ എന്ന ചെറിയ നായക്കുട്ടിയെ, വളർത്തു നായക്കുട്ടിയായിരുന്നു, ആ നായക്കുട്ടിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ എന്തായാലും നല്ല രസമുള്ള കൗതുകമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാമെന്ന് കരുതിയത്. എല്ലാവർക്കും നല്ലൊരു ലോകകപ്പ് ആശംസ.